മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓട്ടോറിക്ഷ ക്വാറിയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ചെപ്പിലക്കുന്ന് സ്വദേശി അയ്യപ്പൻ, മേലങ്ങാടി സ്വദേശി സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജംഷീർ ചേരുകയാണ് വിവരങ്ങളുമായി. ജംഷീർ, ഇത് വലിയ ഉയരമുള്ള റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചതാണ്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട്? മഹേഷ്, ഇതിൽ യാത്രക്കാരനായ ഒരാളുടെ നില ഒരല്പം ഗുരുതരമാണ്, അല്ലെങ്കിൽ പരിക്ക് സാരമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ ആദ്യം കൊണ്ടോട്ടിയിലെ ആശുപത്രിയിലും പിന്നീട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് എത്തിച്ചിട്ടുള്ളത്. ചേപ്പിലക്കുന്ന് സ്വദേശി പനങ്ങാടൻ അയ്യപ്പനെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ഓട്ടോ ഡ്രൈവറായ കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശി സുകുമാരനെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ കൊണ്ടോട്ടിയിൽ നിന്നുള്ള ബ്ലോക്ക് ഓഫീസും കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. അവിടെയാണ് ഏതാണ്ട് 100 അടിയിലധികം താഴ്ചയിലേക്ക് ഈ ഓട്ടോറിക്ഷ മറിഞ്ഞത്. ഇവിടെ നേരത്തെയും അപകടം സംഭവിച്ചൊരു സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഒരു സംരക്ഷണ ഭിത്തിയുണ്ട്, അതിന് ഉയരക്കുറവാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം എന്നുള്ള നാട്ടുകാർ പറയുന്നത്. പലതവണ നേരത്തെയൊക്കെ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഈ സംരക്ഷണ ഭിത്തി ഒരല്പം ഉയർത്തി കിട്ടണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചെങ്കിലും അതിന് തക്കതായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ സംരക്ഷണ ഭിത്തിയും കടന്ന്, അതായത് അവിടെ ഒരു ബൈക്ക് നിർത്തിയിട്ടിരുന്ന ബൈക്കിന് മുകളിലൂടെ സംരക്ഷണ ഭിത്തിയും കടന്ന് ആണ് ഈ ഓട്ടോറിക്ഷ സമീപത്തെ ക്വാറിയുടെ അടിഭാഗത്തേക്ക് പതിച്ചത്. ഈ സമയം ഡ്രൈവർ സമീപത്തെ ഒരു മരത്തിന്റെ കൊമ്പിലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര ഗുരുതരം അല്ലാതായത്. ഈ അയ്യപ്പൻ ഈ ഓട്ടോയ്ക്ക് അകത്തായിരുന്നു. അദ്ദേഹം നേരെ താഴേക്ക് പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നേരത്തെയും ഇവിടെ സമാനമായ രീതിയിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ സംരക്ഷണ ഭിത്തിക്ക് സമീപം കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ അപകടം സംഭവിച്ച സമയത്ത് അവിടെ ആരും ഇല്ലാത്തതിനാൽ മറ്റൊരു വലിയ ഒരു അപകടം കൂടി ഒഴിവായി എന്നുള്ളതാണ്. എന്നാൽ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ഇനിയും ഇവിടെ അപകട സാധ്യത കൂടുതലാണ്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നു പോകുന്ന ഒരു വഴിയാണ്. അവിടെ ഈ സംരക്ഷണ ഭിത്തി ഉയരത്തിൽ കെട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്.